വയനാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ, വയനാട് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. 100% വിജയമാണ്. നമുക്കതിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. എന്തൊക്കെയായാലും മാതാപിതാക്കളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആനപ്പാറ സ്കൂളിൽ സാധാരണ എല്ലാവരും നല്ല നല്ല വലിയ വലിയ സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളൊക്കെ മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ സർക്കാർ സ്കൂളിലേക്ക് തന്നെ നിങ്ങളുടെ മക്കളെ വിടാൻ തോന്നിയ മനസ്സിന് 1000 അഭിവാദ്യങ്ങൾ ആശംസകൾ അർപ്പിക്കുകയാണ്. നമുക്ക് ഓരോ ഡിവിഷനിലേക്ക് നമ്മുടെ സ്കൂളുകളിലേക്ക് തന്നിരിക്കുന്ന ഫണ്ട് 40 ലക്ഷം രൂപയാണ്. ആ 40 ലക്ഷം രൂപയും ഇവിടുത്തെ പരിപൂർണമായിട്ടുള്ള എല്ലാ പരിപാടികളും തീർക്കുന്നതിന് വേണ്ടി ഈ ആനപ്പാറ സ്കൂളിന് വേണ്ടി മാത്രമാണ് ആ ഫണ്ട് വിനിയോഗിച്ചതെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇർസാഫ് സലീം സക്കറിയ, വയനാട് ആനപ്പാറ ചുള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂള് LKG UKG പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മലയാളം അഡ്മിഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗംഭീര പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. വയനാട്ടിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ, വയനാട് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. 100% വിജയമാണ്. നമുക്കതിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ വ്യത്യസ്തമായ ചിത്രം വരക്കുന്നുണ്ട്. അതും പച്ചക്കറിയിൽ കൂടിയാണ് അതിന്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമ്മൾ കാണാത്തൊരു അപൂർവ കാഴ്ചയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. നിരവധി സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുള്ള മോനാണ്. സാറേ, ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് സുമേഷ്. ഇത് അമർനാഥ് 9 സീൽ പഠിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാര്യം പഠനത്തോടൊപ്പം തന്നെ ഏണിങ്സൂടെ കിട്ടുന്ന ഒരു ഏർപ്പാടാണിത്. കാര്യം വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കേസില്ല. കാര്യം ഇങ്ങനെ സംഭവം ഒരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വളരെ ജീവിതത്തിൽ ഒരു ഉന്നമനത്തിന് വേണ്ടി സാധിക്കുന്നതാണ്. ഇത് കിഴങ്ങില് നമ്മള് മോൾഡ് വെട്ടും, എന്നിട്ട് അതില് പെയിന്റ് ആക്കിയിട്ട് തുണിയിൽ പ്രിന്റ് ചെയ്യായിരുന്നു. സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ കിഴങ്ങില് മനോഹരമായ സ്കെച്ചുകൾ വെട്ടിയിട്ട് ഇതുപോലെ കണ്ടോ വർണ്ണപ്പകിട്ടാർന്ന ചിത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ആനപ്പാറ സ്കൂളിൽ നിരവധി കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. പഠനത്തോടൊപ്പം തന്നെ കലാപരമായ കഴിവും സ്പോർട്സും എല്ലാം ഗംഭീരമായി കൊണ്ടുപോകുന്ന വയനാട്ടിലെ ആനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. ഇതവിടെ ഒരു മോന് ചിത്രം വരക്കുന്നുണ്ട്. പരിചയപ്പെടാം. മോനെ പേരെന്താ? ആരവ് കൃഷ്ണ. എത്ര ക്ലാസ്സിലാ? ഞാൻ പഠിക്കുന്ന 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിലാ. ഇതെന്താണ് സംഭവം? ഇത് ഒരു കുട്ടികളും പൂമ്പാറ്റകളും എന്ന് പറഞ്ഞ ഒരാശയം വരുന്ന ഒരു ചിത്രമാണ് വരയ്ക്കുന്നത്. ഇത് എന്ത് പെയിന്റ് ആണ്? വാട്ടർ കളർ. വാട്ടർ കളർ. മോൻ എന്തൊരു സമ്മാനം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വിദ്യാരംഗം ജില്ലാ തലത്തില് മികച്ച പ്രതിഭയായിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള സംസ്ഥാന തല പുകയില വരച്ച പോസ്റ്ററിന് സമ്മാനം. വെരി ഗുഡ്. നിരവധി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോനാണ് ആനപ്പാറ സ്കൂളിലെ. മനോഹരമായ ചിത്രം വരക്കുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ ഫെസ്റ്റിന്റെ ഭാഗമായി 2026 10ാം ക്ലാസ് വരെയുള്ള അഡ്മിഷന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഗംഭീര പ്രോഗ്രാമിൽ മോൻ ഇവിടെ ചിത്രം വരക്കുന്നുണ്ട് കേട്ടോ. ഒരു വട്ടം കൂടി പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലെത്തുവാൻ മോഹം. സ്വാഗതം പറയുന്നത് ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാൾ ശ്രീമതി ലിജി ടീച്ചറാണ്. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ഉദ്ഘാടന സെഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനിയായ ഡിവിഷൻ മെമ്പർ, അതോടൊപ്പം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി ജിനി തോമസ് അവർക്ക്, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാന്യായ PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് കരുതിപ്പറ അവർക്ക്, ഗ്രാമപഞ്ചായത്ത് അതിന്റെ ബഹുമാന്യ വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജാത ഹരിദാസ് സ്കൂളിലെ അഡ്മിഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയിരുന്നുള്ള നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായ ഡിവിഷൻ മെമ്പർ സുൽത്താൻ ബത്തേരി ശ്രീ ഷാജി കോട്ടയ, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഈ അഡ്മിഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ വാർഡ് മെമ്പർ ശ്രീമതി സംഗീത ശ്രീധരൻ ഹൃദയപൂർവ്വം അഡ്മിഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 18ാം വാർഡിന്റെ മെമ്പർ ഷൈനി അവരുകളെ നമ്മുടെ ഈ അഡ്മിഷൻ ഫെസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. SMC ചെയർമാൻ ശ്രീ അഷ്റഫ് പൈക്കാടൻ അവരുകൾ, നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ
നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ അഷ്റഫ് പൈക്കാടൻ അവരോടെ ഹൃദയപൂർവ്വം അഡ്മിഷൻ ടെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യയായ MBTA പ്രസിഡന്റ് ശ്രീ ഷൈജ സതീഷ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ പ്രിയപ്പെട്ട HM ശ്രീമതി ദീപ ടീച്ചർ നമ്മുടെ ഈ ചടങ്ങിൽ ഉണ്ട്. ഈ ചടങ്ങിലേക്ക് അഡ്മിഷൻ ടെസ്റ്റിലേക്ക് ഈ ചടങ്ങിന് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ദീപ ടീച്ചറെ സ്വാഗതം ചെയ്തു. ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്കൂളിലെ അധ്യാപകർ, അതുപോലെ അനധ്യാപകരായിട്ടുള്ള ആളുകൾ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഡ്മിഷൻ നേടിയ എല്ലാ വിദ്യാർത്ഥികളും സെൽഫി പോയിന്റിൽ എത്തിച്ചേർന്ന് സെൽഫി എടുത്ത് അതിന് തൊട്ടടുത്തുള്ള വാട്സപ്പ് നമ്പറിലേക്ക് പടം അയക്കുക. എല്ലാ ഈ ചടങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി ഈ അഡ്മിഷൻ ടെസ്റ്റ് 2026 സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യയായ PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് കരപ്താൻ അവരുടെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അഡ്മിഷൻ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ സംസ്ഥാനത്ത് ഒരുപക്ഷെ എവിടെയും ആരംഭിച്ചിട്ടുണ്ടാവില്ല. ആദ്യമായിട്ട് അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അത് നടത്തുന്നത് എനിക്ക് തോന്നുന്നു ആനപ്പാറയായിരിക്കാം. അടുത്ത വർഷത്തേക്കുള്ള കുട്ടികൾക്കുള്ള അഡ്മിഷൻ ഫസ്റ്റ് എന്ന പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഒരു ആശയമാണ്. നമുക്കറിയാം, അധ്യാപന വർഷത്തിൽ ഒരു അഡ്മിഷൻ ടെസ്റ്റ് സംഘടിപ്പിക്കുക, അതിലേക്ക് രക്ഷിതാക്കളെയും കുട്ടികളെയും ക്ഷണിക്കുക, അവരുടെ കലാപരിപാടികൾ സംഘടിപ്പിക്കുക, അതോടൊപ്പം നമ്മുടെ കൂടെ എന്നും നിന്നിട്ടുള്ള ഇനി നമ്മോട് കൂടെ നിൽക്കേണ്ട ജനപ്രതിനിധികൾക്ക് ഒരു സ്വീകരണം ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആനപ്പാറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സന്നിഹിതരായിട്ടുള്ള രക്ഷിതാക്കളോട്, മറ്റ് അധ്യാപകരോടോ നാട്ടുകാരോടോ പറയേണ്ട ആവശ്യമില്ല. ദിനംതോറും അതിന്റെ മികവ് ഓരോ ദിവസത്തിലും വാനോളം ഉയർത്തിക്കൊണ്ട് ആനപ്പാറ എന്നും മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു അഭാവം നമുക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഒരു കുട്ടികളുടെ കുറവ് നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരുപാട് മേഖലകളിൽ കുട്ടികൾ അവരുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കത് കണ്ടെത്താൻ സാധിച്ചാൽ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ, അവരുടെ കഴിവിനെ പുറലോകത്തേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മൾ കടന്നു വരുമ്പോ 2 കുട്ടികൾ അവിടെ വരക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് നേടിയ കുട്ടികളാണ് അവിടെ വെജിറ്റബിൾ പെയിന്റിങ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ പെയിന്റിങ്ങും വെജിറ്റബിൾ പെയിന്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് മേഖലയിൽ ആനപ്പാറ സ്കൂള് സ്പോർട്സ് അക്കാദമി രൂപീകരിക്കുകയും സ്പോർട്സ് മേഖലയിൽ കഴിവുള്ള കുട്ടികളുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അധ്യാപകരും PTAയും പ്രയത്നം നടത്തുന്നുണ്ട്. അതിന്റെ റിസൾട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാം, ആനപ്പാറ സ്കൂളിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് അക്കാദമിയിലെ കുട്ടികൾ സ്കൂൾ തലങ്ങളിലും മറ്റ് അക്കാദമി തലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ അഡ്മിഷൻ ടെസ്റ്റ് നിങ്ങളുടെ ആലോചനയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇതിന് പരിപൂർണ്ണ പിന്തുണ നൽകിയ നമ്മുടെ അധ്യാപകരും, പിന്നെ നമ്മുടെ PTA, SNC, MPTA ധാരാളം എല്ലാവരും നൽകിയ ഒരു പിന്തുണയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പ്രോഗ്രാമുകൾ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആനപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യത്തെ ഒരു പ്രത്യേക പരിപാടിയാണ് അഡ്മിഷൻ ടെസ്റ്റ്. ഇതിലേക്ക് ധാരാളം കുട്ടികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ
ആദ്യമായിട്ടും ആനപ്പാറ സ്കൂളും ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു വട്ടം കൂടി പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലെത്തുവാൻ മോഹം.